ഹേ ഗൈസ്, വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബിഗ് ബോസ് റിലേറ്റഡുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് തന്നെ എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ഇതൊരു ഡേ കെയർ ആണ്. അതെ ഗൈസ്, എന്ന് വെച്ചാൽ എൻ്റെ ഡോൾ എടുത്തു, എന്നെ പേന വെച്ച് കുത്തി, എന്തൊക്കെയാണ് ബിഗ് ബോസ്. ഇതിനെക്കാട്ടിയും ബിഗ് ബോസ് ഒരു ഡേ കെയർ ഉള്ളതാണ് നല്ലത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് വെറും കൊച്ചു പിള്ളേരുടെ സ്വഭാവം പോലെയാണ് എല്ലാവരും പെരുമാറുന്നത്. അനുമോളൊക്കെ എന്താ തൊട്ടൊരു ഡോളും കൊണ്ട് നടക്കുക. ഇത് ബിഗ് ബോസ് വീട്ടിൽ ഡോളൊക്കെ അലൗഡാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ സീസൺ വരെ ഒരു ഡോളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. കൊടുക്കണമെങ്കിൽ തന്നെ ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത്. ഇത്തവണ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഡോള്. ഇതൊക്കെ ഒരാൾക്ക് മാത്രം അലൗഡാണോ? എന്തൊക്കെയാണ്? ഞാൻ പറയുന്ന ആ ഡോള് പിടിച്ചു മാറ്റണം. ഇവന് എന്ത് പറഞ്ഞാലും കരച്ചില്. ലാലേട്ടൻ വന്നാൽ പോലും കരച്ചില്. പിന്നെ ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തു ജിസേലിനും അനുമോളും. കാരണം അന്ന് ആ കിച്ചണിൽ വെച്ച് നടന്ന വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും അല്ല ഒരു പണിഷ്മെന്റ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു 4 weeks നോമിനേഷനിൽ ഇടുക. അതൊക്കെ വേണം പണിഷ്മെന്റ്. പിന്നെ അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് കൊടുക്കുക. ഇതൊന്നും ഒരു പണിഷ്മെന്റും അല്ല. എന്തായാലും അനുമോക്കറിയാം അനുമോള് സേവ് ആവുന്നു. എന്തായാലും ഇതൊന്നും അത്ര എനിക്കെന്തോ നല്ലൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ വേറെ എന്ത് പ്രത്യേകിച്ച് അതിന് ബിഗ് ബോസിലൊന്നും. ലാലേട്ടൻ US നിന്നാണ് ഇന്ന് ബിഗ് ബോസിലോട്ട് സംസാരിച്ചത്. അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇന്ന് എവിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം ലാലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നോ എവിക്ഷൻ ആയിരുന്നു. ഇന്ന് കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു. പിന്നെ എല്ലായിടത്തും ലാലേട്ടൻ നിവിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. നിവിൻ ഇനി ഒരിക്കൽ കൂടി എല്ലാ ആൾക്കാരും അടുത്തും പറയാണ്, ഇനി ഇങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും ഔട്ടാവും. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഗ്രൂപ്പുകളാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ. കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പെല്ലാം മാറി ഒറ്റയ്ക്ക് കളിച്ചാൽ ഈ ബിഗ് ബോസ് കൊള്ളാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആ ഗ്രൂപ്പ് എല്ലാം പിരിച്ചു വിടുക. കുറേ ഗ്രൂപ്പ്സ് ഉണ്ട് ഇവർ. പിന്നെ സപ്പോർട്ടിങ്. പിന്നെ അനുമോൾ പറയുന്നത് എന്നെ എപ്പോഴും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് ഗെയിം. ദാറ്റ് ഇസ് ദി ഗെയിം. അനുമോൾ എനിക്ക് തിരിച്ച് ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെന്താ ഒരു കുഴപ്പമില്ല അവിടെ. അനുമോൾ ജിസേലിനെ എത്ര തവണ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്? ജിസേലും എല്ലാം പറയാറുണ്ടോ? അനുമോക്ക് എന്ത് പറഞ്ഞാലും ഒരു ക്രൈ ബേബി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമോളെ വിളിക്കാം. എന്ത് പറഞ്ഞാലും ഓടിപ്പോയി കരച്ചില്. അതാണ് ഇപ്പം അനുമോള്. എന്താണ് പ്ലീസ്. വേറെ പിന്നെന്താ, അതിനുശേഷം ഇന്ന് തേഴ്സ്ഡേ ആണ് ലാലേട്ടൻ വന്നത്. ഫ്രൈഡേ ആണ് ഇന്ന് ലാലേട്ടൻ വന്നത്. ഇനിയിപ്പോൾ നാളെ ലാലേട്ടൻ വരത്തില്ല. അപ്പോൾ ഇന്ന് പിന്നെ പ്ലസ് ഉണ്ടായിരുന്നു. പ്ലസ്സിൽ നിന്ന് ഒരു കിടിലം അടിയൊക്കെ നടന്നായിരുന്നു. എന്തോ അനു ആര്യൻ്റെ കാലിൽ ചവിട്ടി. അത് പറഞ്ഞ അടിയായി. ചെരുപ്പൊക്കെ എടുത്ത് എറിഞ്ഞു. അപ്പോഴത്തേക്ക് അക്ബറും ഷാനവാസും കൂടെ അടി. ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോള് കളിക്കൊക്കെ എത്തി. ഷാനവാസിനെ കൂടുതലാണ് റോള് കളിക്കുന്നത്. പിന്നെന്താ, അവരെ കൺഫെഷൻ റൂമിൽ വിളിച്ചു. ഭയങ്കര സീനായി. എല്ലാവരെയും പിടിച്ച് ലിവിങ് റൂമിൽ ഇരുത്തി ലൈറ്റ് ഓൺ ചെയ്തിരുത്തി. നിങ്ങൾ സൈലൻ്റ് ആയിരുന്നാൽ മാത്രമേ ലൈറ്റ് ഓഫ് ചെയ്യൂ. അങ്ങനെയൊക്കെ പറയുന്ന എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ പറയുന്നത്. ഇത്തവണ ബിഗ് ബോസ് പറയുന്ന ഒന്നും കണ്ടസ്റ്റൻസ് അനുസരിക്കുന്നില്ലെന്ന് പറയുന്നതാണ് സത്യം. കണ്ടസ്റ്റൻസ് പറയുന്നു, ബിഗ് ബോസ് അനുസരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ബിഗ് ബോസിന് ഇപ്പോൾ യാതൊരുവിധ വാല്യൂ കൊടുക്കാതെയാണ് കണ്ടസ്റ്റൻസ് പെരുമാറുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. 5 പേര് വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5 പേർക്ക് വൈൽഡ് കാർഡ് എൻട്രി. അതും 26 എപ്പിസോഡ്. ഐ തിങ്ക് 26 എപ്പിസോഡ് ആയിട്ടേ ഉള്ളൂ. 5 പേരൊക്കെ വൈൽഡ് കാർഡ് എൻട്രി കയറുമോ? അത് ആര്യൻ, നിവിൻ, റെന, പിന്നെ ആരും ഉണ്ടായിരുന്നു, അത്ര ഓർമ്മയില്ല. ഇവരൊക്കെ ആര്യം വാലൊക്കെ തോന്നുമ്പോൾ ഭയങ്കര എക്സൈറ്റോടെയാണ് ഓടിയത്. എന്താണ് നമുക്ക് ആ എപ്പിസോഡ് നല്ല കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നാളത്തെ പ്രൊമോ ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇത്രയൊക്കെയായിരുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ വന്നു, പെട്ടെന്ന് പോയി. പിന്നെ ആര്യന് വാണിംഗ് കൊടുത്തു. അന്ന് കളിയാക്കിയതിൽ വാണിങ്ങല്ല, എന്തോ ആര്യന് ഷാനവാസും അടിയായി. അപ്പോൾ ഇനിയും അതൊന്നും ആവർത്തിക്കല് പറഞ്ഞു. പിന്നെ പിന്നെ എല്ലാവരും പുച്ഛിക്കുന്നുണ്ട്. അത് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ, പുച്ഛിക്കുന്ന അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ വേറെ അങ്ങനെ ഒന്നും ബിഗ് ബോസിലായിരുന്നു. ലാലേട്ടൻ വന്നു പോയി.
ലാലേട്ടൻ എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഈ ഒരു ദിവസമേ വന്നിട്ടുള്ളൂ, ഫ്രൈഡേ. ഞാൻ വെച്ചാൽ നാളെയും വരുന്നു. അപ്പോൾ നാളെ വരത്തില്ല, നാളെ വൈൽഡ് കാർഡ് എൻട്രിയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയായിരിക്കും ബൈ.